കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ കേസെടുത്തു. ടൗൺ പോലീസാണ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപകടത്തിൽ 3 പേർ മരിച്ചിരുന്നു. സമീർ സി മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. സമീർ, ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് എന്നാണ് ഇപ്പോൾ പോലീസ് കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം, അതിൽ കോർപ്പറേഷൻ്റെ ഇടപെടൽ, ഇതെല്ലാം കോർപ്പറേഷൻ ഇതിനു മുൻപ് നടത്തിയ പരിശോധനകൾ, ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരിധിയിൽ ഉണ്ടാവുക. സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 11:55 കൂടിയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് 60 വർഷത്തോളം പഴക്കമുള്ള ഈ കെട്ടിടം. പഴയ പാസ്പോർട്ട് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ്, ആ കെട്ടിടമാണ്. അതിനകത്ത് ഇപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ ചുമട്ടുതൊഴിലാളികൾ വിശ്രമിക്കാനെത്തുന്നത്. അങ്ങനെ വിശ്രമിക്കുന്ന വേളയിലാണ് അതിന്റെ സ്ലാബ് സയൻസ് സൈഡ് ഇടിഞ്ഞു വീഴുകയും അതിനെ തുടർന്ന് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തത്. ഏണാശ്ശേരി സ്വദേശികളായിട്ടുള്ള 2 പേരും അതുപോലെ തന്നെ അത്തോളി സ്വദേശിയായിട്ടുള്ള ഒരാളും, അങ്ങനെ 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലാണ് ഉള്ളത്, മറ്റൊരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉയർന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഇത്രയേറെ കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം അത് ഒഴിയാൻ നിർദ്ദേശം നൽകി എന്നതാണ് കോർപ്പറേഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ട് ഒഴിപ്പിച്ചില്ല എന്നുള്ള ചോദ്യവുമായി കൊണ്ട് പ്രതിപക്ഷവും എത്തുന്നു. അങ്ങനെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ ഒ സദാശിവനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറെയും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു BJPയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും ആ പ്രതിഷേധമായി എത്തി. പിന്നീട് കോർപ്പറേഷൻ അകത്ത് കടന്നുകൊണ്ടുള്ള ആ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഇനിയും അപകട സാധ്യത നിലനിൽക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വേളയിൽ അവിടേക്ക് ഒരു ചെറിയ റിബൺ കെട്ടിക്കൊണ്ട് തൽക്കാലം അവിടേക്ക് ആരും പ്രവേശിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകുക മാത്രമാണ് നിലവിൽ അധികൃതർ ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് ഇപ്പോഴും ആളുകൾ ചെല്ലുന്നുണ്ട്, അപകടം കാണാനൊക്കെ എത്തുന്നുണ്ട്. അവിടെ ഇനിയും ഈ വിള്ളൽ വീണ് നിൽക്കുന്നു. ആ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം ഒരു ഘട്ടം കൂടി നിലനിൽക്കുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ അനുമതി, അതായത് അതിന്റെ NOC നൽകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലാണ് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. അതിന്റെ കെട്ടിടം പൊളിക്കാൻ നിർദ്ദേശം നൽകി എന്ന് ഇപ്പോൾ ഭരണപക്ഷം പറയുന്നുണ്ടെങ്കിലും അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ട് പൊളിച്ചില്ല എന്നും അതുപോലെ അവിടെ പിന്നീട് എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ ഏതാനും സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല പല സ്ഥാപനങ്ങളുടെയും ഗോഡൌണുകളായും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് PWD വകുപ്പും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഈ വിഷയത്തിലുള്ള ഒരു അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോഴും കോർപ്പറേഷൻ പരിധിയിൽ നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ കാവൽ നിൽക്കുകയാണ്. അന്വേഷണ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ കാവൽ നിൽക്കുന്നത്. മഹേഷ്. ഓക്കെ, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വലിയങ്ങാടിയിൽ കെട്ടിടഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ടൗൺ പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്.